കാണാമോ എന്തെന്തോ. നമസ്കാരം. ഇന്ന് പ്രകാശം പറക്കട്ടെ. ഇന്ന് പ്രകാശത്തിലാണ് ഞാൻ. പ്രകാശവും സൺലൈറ്റ് ഉണ്ട്. ഇന്ന് കുറേ ലൈറ്റ് ഉണ്ട്, പക്ഷെ ഫാനില്ല. വേർക്കുന്നു. മുടി കെട്ടി വയ്ക്കാൻ വലിയ ഫാഷനിൽ മുടി അയച്ചിട്ടതാണ്. പക്ഷേ എനിവേ ടുഡേ സെക്കൻഡ് ഓക്കെ. സോ ടുഡേയ്സ് ഞാൻ ഈ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഐ വാസ് ഡൂയിങ് സം കോണ്ടൻറ്റ്സ്. പക്ഷേ അത് കഴിഞ്ഞ് മേക്കപ്പ് പോരണ്ടെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇച്ചിരി വിഷമാവും ഒരു മണിക്കൂറത്തേക്ക് അല്ലെങ്കിൽ അരമണിക്കൂറത്തേക്ക് കോണ്ടൻറ്റിന് വേണ്ടി മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ അത് കളയുമ്പോൾ. എനിവേ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, ഞാൻ കുറേ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. സോ ടുഡേയ്സ് കോണ്ടൻറ്റ് ഇരിക്കാത്ത ഓക്കെ. സോ ടുഡേയ്സ് കോണ്ടൻറ്റ് ഇസ് some deep talks, ഡീപ്പായിട്ടുള്ള സംസാരങ്ങൾ. Because everyone is traumatized. I mean, it is true, it is facts. Most of the people are traumatized by മാളിലാണ് ചെടി ഒഴിക്കുന്നത്. ഇതിപ്പോൾ അമ്മയുടെ ഫ്ലാറ്റാണ്, ഐ മീൻ എൻ്റെയും. ബട്ട് ഓക്കെ അറിയാം. തുടങ്ങാം. ഫസ്റ്റ് വൺ ചെറുപ്പം തൊട്ടേ ഞാൻ മോസ്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഓക്കെ അടുത്തേക്ക് വാ എന്തെങ്ങനെ. സോ എപ്പോഴെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സംടൈംസ് ഈ ഒരു കോട്ട് വരും, പെണ്ണാണ്, യു കാൺ ഡു ദാറ്റ്, യു കാൺ ഡു ദിസ്, യു കാൺ സീ ദിസ്, അങ്ങനെ കുറേ വരും. പക്ഷേ ഞാനത് മാറ്റി എൻ്റെ ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. താഴെ പകുതി കാണുന്നുള്ളൂ, അതാണ് ഓക്കെ. എൻ്റെ ഫാമിലി പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ എന്നാലും മറ്റു ചില ഫാമിലിമാരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റൂല, എത്ര പറഞ്ഞാലും. പെണ്ണാണ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ, യെസ്, അതിൻ്റെ അടിയിൽ സബ് കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, നീക്കൊരു പെണ്ണല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ യൂഷ്വലി ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഈ കാണിച്ച് കണ്ട് ഇപ്പോൾ പിന്നെ ഇരിക്കാന്ന് വെച്ചോ, എല്ലാം കൂടെ ലാസ്റ്റ് അങ്ങ് പോകും. ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചോ, ഇവിടെ തട്ടുണ്ടല്ലോ. യൂഷ്വലി what I do is I sit like this. വീട്ടിൽ TV കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത് പണ്ട് എൻ്റെ അപ്പൂപ്പനൊക്കെ പറയായിരുന്നു, ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, പെണ്ണല്ലേ. അമ്മമ്മയും പറയായിരുന്നു, പിന്നെ അമ്മ പറഞ്ഞപ്പോൾ പറയാറില്ല, കാര്യമില്ലെന്ന് മനസ്സിലായി. ഇങ്ങനെ ഇരിക്കണം നമ്മൾ. നെക്സ്റ്റ്, ഡോണ്ട് ടോക്ക് അബൌട്ട് പീരിയഡ്സ് ഇൻ പബ്ലിക്. വൈ കാണ്ട് ഐ ടോക്ക് അബൌട്ട് പീരിയഡ്സ് ഇൻ പബ്ലിക്? പീരിയഡ്സ് യെസ്, പെണ്ണുങ്ങൾക്ക് മാത്രമേ വരൂ. ഓവറീസ് ഉള്ള ബോഡിയിൽ മാത്രമേ പീരിയഡ്സ് വരൂ. ഓവറീസ് ഉണ്ടെങ്കിൽ ചില സമയത്ത് പീരിയഡ്സ് വരില്ല, ബിക്കോസ് ഓഫ് ഹോർമോണൽ ഇഷ്യൂസ്. ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോഴും അമ്മയാണെങ്കിലും അമ്മ ഇസ് ഫൈൻ വിത്ത് ഇറ്റ്. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിലും ഇപ്പോഴും വല്ലപ്പോഴൊക്കെ ഞാൻ പീരിയഡ്സ് എന്ന് പറയുമ്പോൾ മഞ്ജു ഇപ്പോഴും പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ചിലർ പീരിയഡ്സ് I don't understand why it's a disgust to many people. പട്ടി മാന്തിയത്, പട്ടിയാണ് മാന്തിയത്, വേറെ ആരുമല്ല. എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട്, വഴിയല്ലോ. ഇപ്പോഴും I've had like cousins when I say periods ആണ് വയ്യ എന്ന് പറയുമ്പോൾ periods yes, it is blood, it is like dead cells, like the membrane of the uterus coming. I don't understand why people hate talking about it, or people don't like, or people find like disgust in talking about periods basically. It's 2025, അത് മാറ്റാൻ സമയമായിരിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ്, പെണ്ണാണ്. ഒരാണ്ട് ആവശ്യമൊക്കെ കാണും വലുതാകുമ്പോൾ.
എൻ്റെ ഫാർ റിലേറ്റീവ് കസിൻസ് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ചെറുപ്പത്തിൽ കല്യാണത്തിന് പോകുമ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ നീ ഇതുപോലെ നിന്ന് ഒരാളെ കെട്ടാക്കി ഉള്ളതാണ്. Yes, I am single. Yes, ആരുമില്ല. പക്ഷെ it doesn't mean I want or like I need. ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരും, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാവരും ഇങ്ങനെ ബൈക്കിലൊക്കെ ഇങ്ങനെ കപ്പിൾസായിട്ട് പോകുമ്പോൾ എനിക്ക് സങ്കടം വരും. ഒരു ദിവസം എനിക്കും കപ്പിൾസായിട്ട് പോവാലോ ആരെങ്കിലും കൂടെ. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ഐ നീഡ് ഇറ്റ്. ഐ ഡോണ്ട് നീഡ് ഇറ്റ്. നോബഡി നീഡ്സ് ഇറ്റ്. I'm not against men or I'm not against women. I'm not against relationships. I love relationships. I love love. With the right person, yes. With the wrong person, no. Very bad. I can be എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഒറ്റയ്ക്ക് താമസിക്കാം, ഒറ്റയ്ക്ക് ജീവിക്കാം, ഒറ്റയ്ക്ക് ഫ്രണ്ട്സും വേണം ഒബ്വിയസ്ലി. ബട്ട് മോസ്റ്റ്ലി ഐ ലൈക്ക് ഗോയിങ് ഔട്ട് എലോൺ ടു ദ മൂവീസ്. സിനിമ കാണാൻ, കാപ്പി കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ ഞാൻ എല്ലായിടത്തും പോകും ഒറ്റയ്ക്ക്. എല്ലാവരും ചോദിക്കും ഈ ഒറ്റയ്ക്കോ? അതിനിപ്പോൾ എന്താ പ്രശ്നം? What is the problem? I don't see a problem. It's a you problem. You see it as a problem. Your problem, not mine. Next. Girls tattoo അടിക്കാൻ പാടില്ല. ഫാമിലിയൊക്കെ ഉണ്ടാവുന്നതല്ലേ. എത്ര പേര് പറഞ്ഞെന്നറിയാം എന്നോട് ഈ ടാറ്റു. എനിക്ക് I have 9 tattoos. 1 2 3 4 5 6 You need to start a family. Tattoos, why? Logic left the chat. I don't understand what is the problem with family and tattoos. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ? തിങ്ക് ചെയ്ത് നോക്കൂ. അങ്ങനെ വല്ല വേണ്ടേ? നെക്സ്റ്റ്. 9th standard and 12th standard is the most important years in your life. ഒരു ടീച്ചറുണ്ടായിരുന്നേ, പേര് പറയുന്നില്ല, കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്. 9th ചെന്നപ്പോൾ ഷീ വാസ് ലൈക്ക് 9th standard is the most important school year of your life. Important year of your life actually. 9th നിന്നാണ് തുടക്കം. 9th ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് 10th കയറിയപ്പോൾ അവർ പറഞ്ഞു 9th സ്റ്റാർട്ടിങ് ആയിരുന്നു, 9th ഇനി ആവശ്യമില്ല, പക്ഷെ 10th ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് 11th കയറിയപ്പോൾ പറഞ്ഞു 12th പടിയാണ്, 11th ആണ് ഇമ്പോർട്ടൻറ്റ്. 12th കയറിയപ്പോൾ പറഞ്ഞു ഇതാണ് അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോളേജ് കയറിയപ്പോൾ കോളേജിൻ്റെ സമയങ്ങളിൽ പറഞ്ഞു 12th 11th ഒന്നുമല്ല, ബോർഡ് എക്സാം അതൊന്നുമല്ല, കോളേജ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. See, at this point I feel like everything is important. I understand. പക്ഷെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ കളിയാക്കണമെന്നില്ല. ഇങ്ങനെ പറഞ്ഞ് After 12 years of my education, the only thing I remember is mitochondria is the powerhouse of the cell. That's the only thing I remember. Next. That one school teacher. Listen guys. എല്ലാവരുടെ ജീവിതത്തിൽ ഒരു സ്കൂൾ ടീച്ചർ കാണും. നമ്മളെ ആ ടീച്ചർ എല്ലാ ടീച്ചേഴ്സിനെ വെറുപ്പിക്കും. മനസ്സിലായോ? ബേസിക്കലി ജസ്റ്റ് ബിക്കോസ് യു ഹാവ് എ ബാഡ് ഡേ ഡസൻറ്റ് മീൻ ഇറ്റ്സ് എ ബാഡ് ലൈഫ് എന്ന് പറയുന്ന പോലെ ഒരു സ്കൂൾ ടീച്ചർ ബാഡ് ആണെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബാഡ് സ്കൂൾ ഇയേഴ്സ് അല്ലെങ്കിൽ വേറെ കുറേ ബാഡ് ടീച്ചേഴ്സ് ഉണ്ടാവുന്നല്ല. പക്ഷേ ദർ ഇസ് വൺ ടീച്ചർ, അത് എല്ലാ ടീച്ചർമാരെയും സ്കൂൾ ലൈഫിനെ തന്നെ വെറുപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ടാവും. എനിക്ക് ശരിക്കും പേര് പറയണമെന്നുണ്ട് ഇവിടെ, പക്ഷെ ഞാൻ പറയുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനത് മനസ്സിലാവുമായിരിക്കും. ഞാൻ ഇയർ പറയണോ? ഹൈസ്കൂളല്ല, മിഡിൽ സ്കൂൾ എന്താ? സോ 8, 9, 10 ഒരു ടീച്ചറുണ്ടായിരുന്നു. ചിലപ്പോൾ കാണുമായിരിക്കും ടീച്ചർ, എനിക്കറിയത്തില്ല. ക്ലാസ്സിൽ 98% ഓഫ് ദ പീപ്പിൾ ഡിഡൻറ്റ് ലൈക്ക് ദ ടീച്ചർ. ഷി വാസ് നോട്ട് എ ടീച്ചർ. That's the thing. Teacher doesn't mean ബുക്ക് തുറന്ന് പഠിപ്പിക്കുക. I mean, I'm not someone to say or judge. പക്ഷേ I will. She ruined the school life for many students. And it's not nice. ബയോളജി ടീച്ചർ ഉണ്ടായിരുന്നു 8, 9, 10th. She was amazing. പുള്ളിക്കാരി was
ബുക്ക് പറഞ്ഞ് ലൈക്ക് ബുക്കിലുള്ള മാത്രം പഠിപ്പിക്കില്ല, ബട്ട് ജീവിതത്തിൽ കുറച്ച് ലൈഫ് ലെസൺസ്. ഷീ ബിക്കംസ് എ ട്രൂ teacher friend, you know, more than teacher. She teaches you certain things in life. She teaches you. നല്ല ടീച്ചറായിരുന്നു. പക്ഷെ മറ്റേ ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചറും കൂടെ ആയിരുന്നു. അപ്പോൾ മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ടീച്ചർ ദ തിങ് ഈസ്, ഉള്ളിൽ എവിടെയോ ആ ടീച്ചറിന് നല്ല മനസ്സുണ്ട്. പക്ഷെ എന്നെ അന്ന് കഷ്ടപ്പെടുത്തിയ ടീച്ചർ, കുറേ പറയണമെന്നുണ്ട്. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു കൂടുതലധികം ഒന്നും പറയില്ലെന്ന്. പറയട്ടെ, ഒരു സീൻ പറയാം. ആ ടീച്ചറിൻ്റെ കണ്ണിൽ, ടീച്ചർ വാണ്ടഡ് ടു മേക്ക് ഹർ ക്ലാസ് ദ ബെസ്റ്റ് ക്ലാസ്. ഓക്കെ, സോ വി ഷുഡ് ബി ദ ബെസ്റ്റ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ഹർ. വി വെർ kind of, but she was, instead of being a good teacher, she wanted to make the class the best class. Without being a good teacher, you can't make the class the best class, I believe. 32 കുട്ടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ 30 കുട്ടികളെയും ടീച്ചർ, ഐ എം പ്രിറ്റി ഷുവർ ഷീ ഹാസ് ട്രോമറ്റൈസ്ഡ്. ബ്രോ, അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തുവായിരുന്നു ആ ടീച്ചറിന് പ്രശ്നം മനസ്സിലാവുന്നില്ല. Like, I don't understand what was wrong with the teacher. And then she called my dad, she called my mum. I mean, she didn't call my dad, she called my mum and said some things. And then, you know, ഞാൻ ഏത് ആണുങ്ങളുടെ സൈഡിൽ കൂടെ നടന്നാൽ ഞാൻ കയറി പിടിച്ചു. അതാണ് ടീച്ചർ പറയുന്നത്. ദയ പിടിച്ചു. അങ്ങനത്തെ ഒരാളുണ്ടെന്ന് തന്നെ ഞാൻ എപ്പോഴാണ് അറിയുന്നത്. ടീച്ചർ ഓരോരോ പേരും കൊണ്ട് വരുമ്പോൾ ഞാൻ അറിയുമ്പോൾ ഇങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ മോൻ ആ സ്കൂളിൽ പഠിക്കുമായിരുന്നത്. ബെസ്റ്റ് സംഭവം. ഞാൻ PT പീരീഡ് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ചില ലഞ്ച് ബ്രേക്കിന് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അപ്പോൾ എന്നെക്കാളും കുറച്ച് വയസ്സുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തോ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ടീച്ചറിൻ്റെ മോനുണ്ടായിരുന്നു. ടീച്ചറാണെങ്കിൽ എന്തോ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ടീച്ചറിൻ്റെ മോനില്ലേ എന്ന് പറഞ്ഞു പൊടി പട്ടിയെന്ന് എന്നെ നോക്കി. ഫസ്റ്റ് യു കറക്റ്റ് യുവർ ചൈൽഡ് മാൻ and then correct your students. Anyway, sorry for the anger. Lot of traumas from that one particular person, but it's fine. Varshangalai. It's been 8-10 years. I am fine. Okay, this is one thing that I'm currently going through. Okay, it's like a connect ചെയ്യാൻ പറ്റുമായിരിക്കും. It's mainly you have to figure out everything by 20, because 19 is the last teen years and 20 is the beginning of adulthood. ചിലരുടെ വിചാരമുണ്ട് you have to figure out everything by 20. It is nice, I'm not saying it is not nice. I mean, everything figure out, I think even amma at this age, she's trying to figure out a lot of things. And even I was like a little bit of actually down, I don't know, fully depressed alla, but I was like in the verge of that sadness and everything, because I'm changing a lot of careers. You know, I want to do this, I want to do that, I want to do a lot of things at once. I want to start a cafe. Okay, at the same time I want to start a cute little library to read books. At the same time I want to start a makeup brand. At the same time I want to do direction. I love filmmaking. At the same time I want to create a house. I mean, I can do a house in the sense like a fashion house. I think I can do a lot, everything, but it will take time for sure. But I was itrem thalekkude odumbo, I don't know what to focus on, and I don't think that's wrong. Athettalla. It is fine to have confusions. I'm 23 now. ചിലടത്ത് 23 എന്ന് പറയുന്നത് ലൈക്ക് you're 23, oh my god, people start earning at the age of 18, oh my god, you're too late, oh my god. I mean, in your eyes, maybe, not mine. I'm still figuring it out. But I think that's Netravati Express. Anyway, I don't think it differs on situations also. I'll tell you what. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ദർ ഏർണിങ്. ഓക്കെ, എനിക്കവരെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, എനിക്കൊരു ഫാമിലി ഇല്ല സപ്പോർട്ട് ചെയ്യാൻ. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി.
ബട്ട് നോക്കണം. യെസ്, ഐ ഹാവ് ടു. ഒരു ദിവസം എനിക്കറിയാം നല്ലോണം കാശുണ്ടാക്കി നല്ലപോലെ അമ്മയച്ഛനെയും കുടുംബത്തിനെയൊക്കെ നോക്കി ജീവിക്കാൻ എനിക്കറിയാം. ബട്ട് എൻ്റെ സിറ്റുവേഷൻ അല്ലാതെ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലൈഫ്, താങ്ക് ഗോഡ്. പക്ഷേ ദർ ആർ സം സിറ്റുവേഷൻസ് ഓർ സം പീപ്പിൾ ദേ ഹാവ് ടു സ്റ്റാർട്ട് ഏർണിംഗ് ഫോർ ദെയർ പേരൻറ്റ്സ്, ദേ ഹാവ് ടു സ്റ്റാർട്ട് ഏർണിംഗ് ഫോർ ദെയർ ഫാമിലി ടു ലുക്ക് ആഫ്റ്റർ. ദേ ഷുഡ് ബി ദ ഗാർഡിയൻ ഓഫ് ദ ഹൗസ്. പെണ്ണായാലും ആണായാലും. That's a different situation in general. I'm saying about my situation. So people have complained and told me ipo that I'm 23. 30 വയസ്സിന് അടുക്കാറായി. You need to start earning. In 7 years you're like you're 30. You need to create family. You need to create a house. You need to build a home. You need to do this, that. I'm like, okay, shut up. I'll do my thing. You shut up. You do you, I do me. Let's chill. എനിക്ക് പേഴ്സണലി മെസ്സേജ് വരും, ഓ മൈ ഗോഡ് നിങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഒന്നും ചെയ്യാറില്ല. ഈ വ്ളോഗും കോണ്ടൻറ്റ്സ് എടുക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഐ വോണ്ട് ടു സ്റ്റഡി എ ലോട്ട് മോർ. അപ്പോൾ ഐ എം ഫിഗറിങ് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് ഇസ് ഫൈൻ. അറ്റ് ദി ഏജ് ഓഫ് 23 ഐ എം ഫിഗറിങ് ഇറ്റ് ഔട്ട്. ബട്ട് ദർ ആർ ഫ്രണ്ട്സ് ഓഫ് മൈൻ ഹു ആർ ലൈക്ക് വർക്കഹോളിക്. ഭയങ്കര വർക്കഹോളിക് ആയിരിക്കും. അവർ കാണുമായിരിക്കും. But you do you. If you are workaholic and if you want to work and earn money, you do you. No one's stopping you. But don't start with me and stop me. You do you, man. Full support. Next. ഇതിൻ്റെ സബ് കോൺടസ്റ്റ് ആയിട്ട് വരും. It's about changing careers. It's okay to change careers in midway. Let me tell you. My dad took BCom. Pand. But he didn't complete it. He dropped out and then he went to do filmmaking, cinematography, whatever. He is Sudhit positive because he decided to move out of BCom. Manslayo. He wanted to be a self-made man and he is right now because he decided to change from BCom. So it's fine to change careers. ഇപ്പോൾ ഞാൻ ഇറ്റലിയിൽ പഠിച്ചു. യെസ്, പീപ്പിൾ നോ. സോ അവിടെ പോയപ്പോഴും അവിടെ ചില ഫ്യൂ ഓഫ് മൈ പ്രൊഫസേഴ്സ് ദേ ആർ ലൈക്ക് 27, ചിലവർ 32, 30 ആ ഒരു റേഞ്ചിലായിരിക്കും. ആൻഡ് ഐ ആസ്ക്ഡ് ദം, നിങ്ങൾ എപ്പോഴും ഈ ഫാഷൻ ഫീൽഡിലായിരുന്നു? ആൻഡ് ദേ വർ ലൈക്ക് നോ, ഐ യൂസ് ടു ബി എ ഷെഫ്. ദെർ വാസ് വൺ ഗായ് ഹൂ യൂസ് ടു ബി എ ഷെഫ്. And then later he found out that it is not for him. And then he changed careers. He is now working in fashion. Vogue avadodakku work cheyyunnundu. Another one, they used to do something software something or like journalism. Not journalism, I think something writing related. I don't know, software or writing related, I'm not sure. So they used to work in that field. And then later they switched to fashion at the age of 28. So നിങ്ങൾ ചിലപ്പോൾ ചിലവർ ഇത് കാണുന്നവർ നിങ്ങൾ ഇഫ് യു ആർ ഹാപ്പി വിത്ത് ദ വർക്ക്, ഐ എം നോട്ട് ആസ്കിങ് യു ടു ചേഞ്ച്. ഞാൻ നിങ്ങളോട് പറയല്ലേ ഇപ്പോൾ റിസൈൻ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ചെയ്യണമെന്നല്ല. ബട്ട് എല്ലാവരുടെ ജീവിതം ഒന്നല്ല. എനിക്കിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു ഇതിലേക്ക് പോകാം. ബിക്കോസ് ഐ ഹാവ് നത്തിങ് ടു വറി അബൌട്ട്. താങ്ക് ഗോഡ്. യെസ്, ഐ ഹാവ് തിങ്സ് ടു വറി അബൌട്ട്. പക്ഷെ ബിഗ് ടൈം നോ. But there are people who, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് they have to think about a lot of things. Their family, their kids probably, their, debts, loans എന്നൊക്കെ. എനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. പക്ഷെ yeah, jokes aside, there are people who need to take big decisions, like according to their like list of things that they need to be concerned. So it's again different for different people, but listen to your heart. എനിക്കത് മാത്രമേ പറയാവുള്ളൂ. Because at the end of the day, death bedൽ നിങ്ങൾ മാത്രമേ കാണൂ. You have to take care of yourself. അല്ലേ? Next, it's okay to be scared. പറഞ്ഞൊന്നും പോയി. What I meant was, example from my side. I was 18 when I first moved to Italy.
എല്ലാവരും ഒരു വിചാരമുണ്ട് 18 വയസ്സാകുമ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി വയ്ക്കുമെന്ന്. എനിക്കൊന്നും ഇപ്പോഴും ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് മാൻ, അപ്പ് ഹിയർ നത്തിങ്. ഐ ആം ലേണിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ആ ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല. ഐ മൂവ് ടു ഇറ്റലി. ഐ വാസ് സോ സ്കേർഡ്. ആരുമില്ല ഇവിടെ. ആണെങ്കിൽ അമ്മ സ്വിഗ്ഗി, അച്ഛ മരുന്ന്, അമ്മ മരുന്ന്, അച്ഛ ഇത് വേണം, അമ്മ അത് വേണം, എല്ലാം ഇറ്റ് ഇസ് ദെയർ. കൈ കൊണ്ട് തരും. ഒരു ഫോൺ കോൾ മതി. ഇപ്പം അല്ല, ഇപ്പോൾ രണ്ടുപേരും എന്നെ വഴക്ക് പറയുന്നുണ്ട്. യു ആർ ലൈക്ക് യു നീഡ് ടു സ്റ്റാർട്ട് ഡൂയിങ് എവറിത്തിങ് ബൈ യുവർ സെൽഫ്. ബട്ട് നോ, ഐ വിൽ someday. When I first moved to Italy, I was scared. Friends ഒന്നുമില്ല. I didn't know anyone. കാനഡയിൽ ലൈക്ക് ന്യൂയോർക്കിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലാണെങ്കിൽ someone would have been there. ദുബായിലൊക്കെ ആണെങ്കിൽ my cousins are there. But like Italy, Florence is something that I only dreamt of. But then I went there with educational loan. So no one was there. That was the main thing. ഫ്രണ്ട്സും പരിചയമുള്ള ആരുമില്ല. ദെൻ ഫ്രണ്ട്സിൽ ക്ലാസ്സിൽ പോയി തുടങ്ങി. കുറച്ച് പേരെ പയ്യെ കിട്ടി തുടങ്ങി. ആൻഡ് ദെൻ ലൈക്ക് പയ്യെ വെൻ യു സ്റ്റാർട്ട് ഹാവിങ് ഫ്രണ്ട്സ്, you start to like the place more because you have people to create memories and enjoy the place, that place. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. And it turned out to be fine. So if you're scared of doing something, thinking about നാണം കേട്ട എന്ത് ചെയ്യും, തോറ്റാൽ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. കാരണം ഞാൻ ചിന്തിച്ചു. ചില കാശൊക്കെ മുടക്കി പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? ലൈക്ക് ഇഫ് ഐ ഡോണ്ട് ഈവൻ ഒരു സാധനം ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റും, പ്രൊജക്ട്സ് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ചെയ്തു കൊടുത്തു. കുറേ ചെയ്തു. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു. I had a workshop with the stylist of Euphoria. Euphoria series ഉണ്ട്, Zendaya ഒക്കെ അഭിനയിക്കുന്നത്. So I worked with the stylist of Euphoria, and that was amazing. And she was such a sweet person. Anyway, so I was scared, and it turned out to be fine. Opposite chandikku. What if you don't fail? What if you don't, what if you're not going to be lonely? What if, it's going to be all right? You'll have a different imaginational life process that നിങ്ങൾ വിചാരിച്ചതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ലൈക്ക് നിങ്ങൾ അടിച്ചു പൊളിക്കും. മനസ്സിലായോ? ഓ മൈ ഗോഡ്, എൻ്റെ ഭയങ്കര ഡീപ്പ് ടോക്സ് ഒക്കെ നിങ്ങൾ ഇതാക്കുന്നുണ്ടോ ഗൈസ്? പേടിക്കണ്ട. ഇത് എൻ്റെ ലൈഫിൽ കുറേ കേട്ടിട്ടുണ്ട്. ഐ എം പ്രിറ്റി ഷുവർ ലോട്ട് ഓഫ് പീപ്പിൾ വുഡ് കണക്ട് വിത്ത് മീ. പണ്ട് ബിഫോർ ലൈക്ക് മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന മുമ്പ് ഐ യൂസ് ടു ബി ഫാറ്റ്, like really fat. I used to be obese, little bit overweight ആയിരുന്നു for my height. So ഞാൻ എങ്ങനെയൊക്കെ വണ്ണം കുറച്ചു. ഞാൻ ഓടാൻ തുടങ്ങിയാൽ അത്ലറ്റിക്സിലേക്ക് മാറി. അപ്പോഴും ഐ വാണ്ടഡ് ആഫ്റ്റർ ലൈക്ക് ഒന്ന് റെഡിയായി ഒന്ന് മെലിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ലൈക്ക് ഓക്കെ മേ ബി ഐ കുഡ് ഡു മോഡലിംഗ്. അങ്ങനെ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി. അല്ലെങ്കിൽ സിനിമയിലൊക്കെ ആണെങ്കിലും it's not like I don't want to act. I would like to act one day, hopefully, by God's grace. If I have the talent and skills, and if I have the luck also, maybe one day, hopefully. Adakka maatiyam thu kannu vekkirudhu. When I said modeling and everything, alkar paraya you too. This was in 5th grade എന്ന് പറയുമ്പോൾ എത്രയാ, 10 വയസ്സല്ലോ. ആൾക്കാർ പറയാം മോഡലിംഗ് സിനിമയൊക്കെ നിനക്കധികം പറ്റില്ല ബിക്കോസ് ഇത്തിരി കറുത്തിട്ടാണ് നീ. ഒരാൾ പറഞ്ഞതാ, മൂത്തൊരാൾ. അപ്പോൾ ആ 10-11 വയസ്സിൽ മൂത്തൊരാൾ പറയുമ്പോൾ എന്തോ പേരൻസ് എന്താ പഠിപ്പിച്ചിരിക്കണേ, മൂത്തവരാണ് ബഹുമാനിക്കണം. അപ്പോൾ ഞാൻ അവരുടെ ഡിസിഷൻ ബഹുമാനിച്ചു. ഇറ്റ്സ് എ വേഴ്സ്റ്റ് തിങ് ഐ ഫീൽ ലൈക്ക് ടു ടീച്ച് യുവർ കിഡ്സ്. മൂത്തവരെ ബഹുമാനിക്കണം. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. എല്ലാ മൂത്തവരും കറക്റ്റ് അല്ല പറയുന്നത്, അത് എല്ലാവർക്കും അറിയാം. എല്ലാവരെയും ബഹുമാനിക്കണം, മൂത്തവർ മാത്രം എല്ലാവരും ബഹുമാനിക്കണം. എന്തോ അത് എന്തുകൊണ്ട് ഏജ്, യങ്ങർ, ഓൾഡർ, ഡിഫറെൻറ്റ് ജെൻഡേഴ്സ്, ആനിമൽസ്, everything, phone, this, everything you have to respect it. It's not like I'm saying to disrespect non-living things anganekka, but there are some older people who doesn't deserve respect from my side. I'm not sorry. No. 40 വയസ്സായാലും മെച്ചൂരിറ്റി ഇല്ലാത്ത കുറേ പേര് എനിക്കറിയാം. കുറേ അല്ല, കുറച്ച്. പക്ഷേ എൻ്റെ പ്രായമുള്ള എത്രയോ മെച്ചൂറായ ആൾക്കാരെ എനിക്കറിയാം. So do you connect with me?
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തല്ല പറഞ്ഞത്, പക്ഷെ ആരെങ്കിലും ടാർഗറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ യു പ്രോബ്ലം, നോട്ട് മീ. ദാറ്റ്സ് മൈ മോട്ടോ ഓഫ് മൈ ലൈഫ്. ഇറ്റ്സ് എ യു പ്രോബ്ലം. കറക്റ്റ് ആയതുകൊണ്ട് സൈഡ് ക്യാരക്ടേഴ്സ് കിട്ടൂ. മെയിൻ ഹീറോയിൻ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേറെ വഴി ചിന്തിക്കണം. അങ്ങനെ താനേതാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ഞാൻ ഓക്കെ ശരിയാ, അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. കാരണം മൂത്തയാളല്ലേ, അപ്പോൾ പറഞ്ഞത് നമ്മൾ കേൾക്കണം. അമ്മ അച്ഛനും അങ്ങനെയാണല്ലോ പഠിപ്പിച്ച് കേൾക്കുന്നത്. അരുത്. ഡോണ്ട് ടെൽ മീ വാട്ട് ടു ഡു. ഇഫ് ഐ എം ബാഡ് ഐ എം യുവർ ഡാഡ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ മനസ്സിലായത്, when I started to stand up for myself, I started realizing a lot of things. സോ അതിലൊരു റിയലൈസേഷൻ ആയിരുന്നു അത്. It was right in a way because of the society, how they handled it. For example, പണ്ട് ചെറുപ്പത്തിൽ ആ പ്രായത്തിൽ ഒരു 5th grade 11th grade 5th standard 6th standard ഒക്കെ ആകുമ്പോൾ ഞാൻ ബോളിവുഡ് സിനിമയൊക്കെ കാണുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഹിന്ദിയൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഈ ഹിന്ദി സിനിമ, മലയാള സിനിമ കാണുമ്പോൾ അന്ന് വെളുത്തവരായിരുന്നു കൂടുതലും. ഇഫ് യു ലുക്ക് അറ്റ് ലൈക്ക് ബോളിവുഡിൽ കാണുമ്പോൾ കരീന കപൂർ ആയിരുന്നു, യുനോ ജാക്ലിൻ ഫെർണാണ്ടസ്, അവരുടെയൊക്കെ ഡാൻസ്, പിന്നെ കുറേ പേര് മലയാളത്തിലാണെങ്കിലും കുറേ ആക്ട്രസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദേ വർ ലൈക്ക് ഫെയറർ ഇൻ ജനറൽ. Because പണ്ട് I believe that fair being fair used to mean being more pretty, which I feel is wrong. But I think ഇപ്പോൾ കാലം മാറി obviously. കുട്ടിക്കാലത്ത് ഈ സിനിമയിലൊക്കെ നോക്കുമ്പോൾ ആലോചിക്കുമോ ശരിയാ, എല്ലാവരും വയറ് കാണിച്ച് ഭയങ്കര തിന്നൊക്കെ ആയി വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കുമ്പോൾ you feel like they are, you should be like that to be the main character. But that is wrong obviously. അത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. Yeah, I will hopefully prove it wrong someday. Pray for me guys, pray for me. ഇതിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന തൊട്ട് ഇവിടം വരെ അല്ലെങ്കിൽ ഇങ്ങ് അങ്ങോട്ട് പറയാനുള്ളത്, there are some things which are inevitable. Inevitable എന്ന് പറയുമ്പോൾ inevitable meaning inevitable, that cannot be avoided or prevented from happening. മലയാളത്തിൻ്റെ വേർഡ് നോക്കാം. in മലയാളം അനിവാര്യമായ. മനസ്സിലായോ? അനിവാര്യമായ. മനസ്സിലായോ? അനിവാര്യമായ. സിയാണ്. സോ inevitable means അനിവാര്യമായ. ഈ അനിവാര്യമായ കാര്യങ്ങൾ ചിലതുണ്ട്. അതിലൊന്നാണ് ചില ഫ്രണ്ട്ഷിപ്സ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫ്രണ്ട്ഷിപ്സ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഐ ഹാഡ് 12 ബെസ്റ്റ് ഫ്രണ്ട്സ്. തിക് ഫ്രണ്ട്സ്, ലൈക്ക് എൻ്റെ എല്ലാമായ എൻ്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട്സ്. അതിൽ ഒരുത്തം പോലും ഇപ്പോൾ ഇല്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഐ എം കിഡിങ്. ഉണ്ട്. ഐ ഹാവ് ലൈക്ക് ഫ്യൂ ഫ്രണ്ട്സ്. വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഐ ഹാവ് ക്ലോസ് ഫ്രണ്ട്സ്. ഐ ഹാവ് one best friend and a lot of close friends. Not a lot, but like കയ്യിൽ എണ്ണാൻ പറ്റി 10 വിരലിൽ അകത്ത് നിൽക്കുന്ന കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. പണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതൽ. പിന്നെ മനസ്സിലായത് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് സ്റ്റുപ്പിഡിറ്റി. ഇറ്റ് ഈസ് ഫൈൻ. ദർ ആർ ലൈക്ക് സം ബെസ്റ്റ് ഫ്രണ്ട്സ് ഓർ ലൈക്ക് പീപ്പിൾ ദാറ്റ് ഐ തോട്ട് എൻ്റെ ജീവിതത്തിൽ മൊത്തം ഉണ്ടാകുന്നു. പക്ഷെ ജീവിതത്തിൻ്റെ വരെ അവരുണ്ടായിരുന്നുള്ളൂ. വിധത്തിൽ അവർ വന്നിട്ടില്ല, അവർ വരില്ല. സോറി, പക്ഷേ ഇതെൻ്റെ വേർപ്പാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അമ്മ അടുത്ത് പോയി കാര്യമായിരുന്നു. അമ്മ എനിക്ക് ഇവർ ഇല്ലമ്മ, ഇവരെൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോയി, ഫ്രണ്ട്സൊന്നും അല്ല. അപ്പം അമ്മ പറയും എനിക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു കുറച്ച് ഫ്യൂ ഇയേഴ്സ് ആയിട്ടാണ്, അമ്മയുടെ ഏജിൽ ഈ ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ടാണ് അമ്മയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് കിട്ടിയത്. ഐ തിങ്ക് മെച്യൂർ ടൈമിൽ ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നതാണ്, ഇറ്റ്സ് സ്റ്റേബിൾ ഫ്രണ്ട്ഷിപ്സ്. ബട്ട് ദർ ആർ ലൈക്ക് വൺ ഫ്രണ്ട് ദാറ്റ് എനിക്ക് 10 വർഷമായിട്ട് എനിക്ക് അറിയാവുന്നൊരു ഫ്രണ്ട്. ഐ ഹാവ് എ ഫ്രണ്ട്, ഹർ നെയിം ഈസ് അനുഭവ. അവളെ കാണും ഇത്. ഐ ഹാവ് നോൺ ഹർ ഫ്രം LKG.
വി ആർ ക്ലോസ് ഫ്രണ്ട്സ്, വി ആർ ലൈക്ക് സോ ക്ലോസ്. വി ഡോണ്ട് ടോക്ക് എവറി ഡേ, എപ്പോഴും സംസാരിക്കില്ല. ഓക്കെ, LKG തൊട്ട് അറിയാം. പുള്ളിക്കാരിയുടെ അമ്മ ടീച്ചറാണ്, ഞാൻ പഠിച്ച സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല, ബട്ട് ഐ നോൺ ഹെർ. എൻ്റെ കസിനെ പഠിപ്പിച്ചത് ആ ടീച്ചറാണ്, ആൻറ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലിറ്ററി 2 weeks മുമ്പ് ഞാൻ വീട്ടിൽ പോയതേ ഉള്ളൂ. ഒരേ ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നു. ഹു ന്യൂ, ഈവൻ ആഫ്റ്റർ 17 years അല്ലെങ്കിൽ 18 years later we will be still friends, you know. And she 8, 9, 10 ഒരുമിച്ചായിരുന്നു. We were like really close. We are still really close. She went to study in Bangalore and നമ്മൾ ഒരിക്കലും സംസാരിക്കില്ല, ഫോൺ വഴി സംസാരമേ ഇല്ല. പക്ഷെ ഇവിടെ വന്നാൽ she'll be like, ഡേ നാട്ടിലുണ്ട്. I'm like, okay, നാളെ എപ്പോൾ വരണം, 11 മണി, ഓക്കെ ഡൺ, ദാറ്റ്സ് ഇറ്റ്. അത് കഴിയുമ്പോൾ 2-3 മണിക്കൂർ നോൺ സ്റ്റോപ്പ് എല്ലാം അപ്ഡേറ്റ് ചെയ്യും. ആൻഡ് ദെൻ വി ആർ ഡൺ. ആൻഡ് ഐ ലവ് ദ ഫ്രണ്ട്ഷിപ്പ്. അവിടെ സോറിടാ എനിക്ക് വിളിക്കാൻ പറ്റില്ല, സോറിടാ എനിക്ക് ഇതാക്കാൻ പറ്റില്ല, അവിടെ അങ്ങനെ ഒന്നുമില്ല. വി നോ വെയർ ടു പിക്ക് അപ്പ് from where we stopped. Yeah, Education is important. English is very important, but anyway, ഞാൻ പറഞ്ഞു തന്നതായിരുന്നു. So I have like certain friends like that, and I have one best friend. His name is Surya. He's a drummer and I used to be guitarist. So ബാൻഡിലൊക്കെ നമ്മൾ വായിച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതാണ് 11th and 12th. He's still my friend. ഞാൻ വിചാരിച്ചു പോലുമില്ല അവനൊക്കെ എൻ്റെ ഫ്രണ്ടായി നിൽക്കുമെന്ന്. He's still my friend. He's still my best friend. അവൻ്റെ അമ്മേനും അച്ഛനും എനിക്കറിയാം. ആൻറ്റി എനിക്ക് ഭക്ഷണം തരുമായിരുന്നു. That is why he's my best friend. Vijay aunty. Anyway, Vijay aunty കാണത്തില്ല, but okay, yeah, but there are some friendships പോയി left the chat friends. Some friends from Italy. ഇറ്റലിന്ന് കിട്ടിയ കുറച്ച് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. മെയിൻ സംഭവം പറഞ്ഞില്ല ഗൈസ്. സർവേ ഇറ്റ്സ് ടേക്കിംഗ് ലോങ്. ഐ ആം സർവേ. ചിലപ്പോൾ ഇത് 2 പാർട്ടായിട്ട് മാറ്റും. 2 പാർട്ടായിട്ട് മാറ്റിയാലോ? സോ ഗൈസ്, ദിസ് ഇസ് പാർട്ട് 1. The personal life on I thought was gonna be there till the end. What one bomb did to me. Listen, I'm not saying I was a very good friend pandaka, no, but over the years you start maturing, you start learning a lot of things. Apo you become automatically a good person. Some people, not all people, I know a lot of good people. I believe I'm a good person. Apo you learn a lot of things and you do a lot of good things for friendships and everything. But ചില ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. അതുപോലെ ഒരാൾ ചെയ്തില്ല, ഒരാൾ നേരെ ഓപ്പോസിറ്റ് ചെയ്തു, which hurt me a lot. And with me, no matter how good the friendship is, no matter how many years I've known you, if you disrespect me, കഴിഞ്ഞു, അവരുടെ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞു, അത് ഈ കൂടുതലില്ല. And that's one good thing that I like about myself. Yes, I forgive maximum, but ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റത്തില്ല. And that's it. So guys, this is part 1. I hope you guys like it. Please watch part 2 because please, if you can delete anything or something, please comment down so I can know, like we can have a talk. എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ആൾക്കോടെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. So yes, thank you. I'll see you in part 2.